ഇന്ന് ഞാൻ ഭൂരി കഴിക്കാൻ പുറപ്പെട്ടപ്പോൾ വിചാരിച്ചു ഒന്ന് ഭൂരിയുടെ റെസിപ്പി ഇടാം. അങ്ങനെ ഞാനിപ്പോൾ ആദ്യം നല്ല ടേസ്റ്റോട് കൂടിയ പുതിയ തരത്തിലെ ഭൂരിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എൻ്റെ കുക്കറിൻ്റെ ഉള്ളിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. എന്തെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ റൈസ് ബ്രാൻ ഉപയോഗിച്ചു. കുറച്ച് കടുകിട്ടു, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടു. കടുകിട്ട ശേഷം ഞാനതിലേക്ക് ജീരകം ഇട്ടു. ജീരകം എല്ലാവരും ഇടാറുണ്ടോയെന്ന് അറിയില്ല, ഞാനിട്ടു, എനിക്കിഷ്ടമാണ്. അതിന് ശേഷം കറിവേപ്പില ഇട്ടു. ഈ സമയത്ത് ഉഴുന്ന് പരിപ്പ് ഇടണം, മറന്നു ഞാനത്. അപ്പോൾ ഞാൻ എന്തായാലും ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി ഒരു 10 എണ്ണം എല്ലാം കൂടിയിട്ട് വഴട്ടുമ്പോഴാണ് ഉഴുന്ന് പരിപ്പ് അവിടെ എടുത്ത് വെച്ചു, ഇട്ടില്ല എന്ന് ഓർമ്മ വന്നു. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് ഉഴുന്ന് പരിപ്പ് ഇട്ടു. പക്ഷേ അത് ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് നന്നായി നല്ലൊരു മണമാണ് ഉഴുന്ന് പരിപ്പ് ഇടുമ്പോൾ കേട്ടോ. ഉഴുന്ന് പരിപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തു. ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ സോട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനതിലേക്ക് പൊട്ടറ്റോ ഞാൻ എപ്പോഴും പുഴുങ്ങി വെക്കാറുണ്ട്. അപ്പം ഞാനവിടെ എനിക്ക് 2-3 പൊട്ടറ്റോ ഉണ്ടായിരുന്നു പുഴുങ്ങിയത്. ഞാൻ അതിലത്തെ 2 എണ്ണം എടുത്തിട്ട് ഇപ്പോൾ പൊടിച്ചിട്ട് ഇട്ടു. ഞാൻ എപ്പോഴും ചില സമയത്ത് ഇങ്ങനെ ഒരു 4-5 പൊട്ടറ്റോ പുഴുങ്ങി വെക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനതിലേക്ക് പൊട്ടറ്റോ ഇട്ട ശേഷം ഉപ്പിട്ടു. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച്, പക്ഷെ ആ വെള്ളം മതിയാവില്ല. ഇനി ഇതിനെ വെയിറ്റിട്ട് വേവിക്കാനൊന്നും പോകുന്നില്ല. ഞാനതിലേക്ക് മഞ്ഞളും ഇട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചു. എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ അത് വറ്റിയൊക്കെ വന്ന് നല്ല എൻ്റെ പൊട്ടറ്റോ മസാല റെഡിയായി. ഇനി അപ്പം ഞാൻ ഭൂരി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിനി എൻ്റെ ഭൂരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാം. ഞാൻ എൻ്റെ ഒരു മിക്സി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തടവി, ചുറ്റുഭാഗം നന്നായി തടവുക, ബ്ലേഡിലൊക്കെ തടവുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കഴുകാൻ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ് കേട്ടോ. നന്നായി എല്ലാവിടേക്കും കുറച്ച് എണ്ണ തടവി കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് ചോറ് ചേർക്കണം. 1 കപ്പ് ചോറിൻ്റെ കൂടെ 1 കപ്പ് മാവ്, ഗോതമ്പ് മാവ്. ഇത് ആ മാവിൻ്റെ കപ്പിൽ തന്നെയാണ് ഞാൻ ചോറ് അളന്നിരിക്കുന്നത്. അതപ്പോൾ ആദ്യം ചോറ് അളന്നിട്ട് ഒരു പാത്രത്തിൽ വെച്ചു. എന്നിട്ടിനി അതേ കപ്പ്, ഞാനിപ്പോൾ ഗോതമ്പ് മാവ് ഇടുന്ന കപ്പിൽ ഇതേ കപ്പിലാണ് ഞാൻ ഈ ചോറ് എടുത്തിരിക്കുന്നത്, സെയിം റേഷ്യോ. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ റവ ചേർത്തു, സാദാ റവ. എന്നിട്ട് എന്ത് ചെയ്തു, ഉപ്പിട്ട ശേഷം നമ്മളിതിലേക്ക് ഇനി ഒന്നും ചേർക്കാനില്ല. ഇതിനെ അടച്ച് വെച്ചിട്ട് മിക്സി നന്നായിട്ടൊന്ന് തിരിക്കുക. ഇങ്ങനെ തിരിച്ച് കഴിയുമ്പോൾ മാവ് ഇങ്ങനെ കിട്ടും. ഇതിലൊരു തുള്ളി പോലും വെള്ളം ചേർക്കണ്ട. പക്ഷെ നിങ്ങൾ എടുക്കുന്നതിൻ്റെ അളവെങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വല്ലാണ്ട് ഡ്രൈ ആയി വന്നു തോന്നും. അപ്പോൾ ഒരു തുള്ളി വെള്ളം ഒഴിക്കുക. അഥവാ വെള്ളം ആയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ കുറച്ച് പൊടിയിടുക. ഇപ്പോൾ എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല, വളരെ കറക്റ്റായിട്ട് ഞാനിതിനെ കുഴച്ചെടുത്തു. മാവ് മിക്സിയിൽ നിന്ന് മുഴുവൻ തുടച്ചെടുത്ത ശേഷം ഞാൻ അതിനെ നന്നായിട്ടൊന്ന് കുഴച്ചു. കൈ കൊണ്ടൊന്ന് 2 മിനിറ്റ് ആക്കുക വേണ്ടു. നന്നായി വരുന്നുണ്ട് കേട്ടോ കുഴയ്ക്കുമ്പോൾ. വളരെ എന്താ പറയുക, എളുപ്പം ഇത് ചെയ്യാൻ. എന്നിട്ട് നന്നായി ഇങ്ങനെ കുഴച്ച ശേഷം അതിനെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അടച്ചു വയ്ക്കുക കേട്ടോ. അടച്ചു വെച്ച ശേഷം ഞാൻ അതിനെ ഇങ്ങനെ നീളത്തിലാക്കിയിട്ട് എന്ത് ചെയ്തു, കഷ്ണമായിട്ട് മുറിച്ചെടുത്തു. നിങ്ങൾക്ക് കത്തി കൊണ്ട് കട്ട് ചെയ്യുക. ഞാൻ പക്ഷേ എൻ്റെ കൈ കൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം ഉരുളയെടുത്തിട്ട് ഒരു 2 ആൾക്ക് കഴിക്കാനുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 7 എണ്ണം കഷ്ടിച്ച് കിട്ടി. 1 കപ്പ് ധാരാളം മതി 2 ആൾക്ക് കഴിക്കാൻ. 3 or 2 ഭൂരിക്ക് മേലെയൊന്നും ആരും കഴിക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ എത്ര ഭൂരിയായി, 7 എണ്ണം കേട്ടോ, ഈ 2 കപ്പ് വെച്ചിട്ട് എടുത്തു. എന്നിട്ട് ഇപ്പോൾ എല്ലാം ഉരുണ്ടയാക്കി വെച്ചു. എന്നിട്ട് ഇനി എന്താ ചെയ്യാൻ പോകണമെന്നറിയോ, അടുപ്പിൽ എണ്ണ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനതിനെ ഓരോന്നായിട്ട് പരത്തുകയാണ്. പരത്തുമ്പോൾ നിങ്ങൾ നോക്കണം, ഭൂരിക്ക് നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്നറിയില്ല, ചെറിയൊരു തിക്നെസ് വേണം. ഒരുപാട് ഇങ്ങനെ വളരെ നൈസായിട്ട് ഭൂരി ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഞാനിങ്ങനെ പരത്തിയെങ്കിലും നിങ്ങൾ കണ്ടോളൂ, ഇത് വലിയ ഘനം വന്നിട്ടില്ല. ഒരു സാമാന്യം തിക്നെസ്, ഇതാണ്ടോ, അത്ര തിക്നെസ് വേണം. അങ്ങനെ വല്ലാണ്ട് ചപ്പാത്തിക്ക് പരത്തണമാതിരി മെലിഞ്ഞ് പരത്താനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ മാവ് പരത്തി എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം 2-3 എണ്ണം പരത്തി വെച്ചു. ഇനിയിപ്പോൾ എണ്ണ ചൂടായതിലേക്ക് ഭൂരി ഇടുകയാണ്. അപ്പോൾ കണ്ടോളൂ, ആ ഭൂരി പെട്ടെന്ന് അങ്ങനെ റൈസ് ചെയ്ത് വരും. അല്ലാണ്ട് ആവുമായിരിക്കും,
പക്ഷെ എന്നാലും ഇതൊരു കോംപ്രമൈസും ഇല്ല, ഇത് പൊങ്ങിയിരിക്കും എന്നത് വളരെ നല്ല ടേസ്റ്റായിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുഴയ്ക്കുമ്പോൾ നിങ്ങൾക്കത് മൊരിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വയ്ക്കാം. പക്ഷെ നല്ല സോഫ്റ്റായിരിക്കും കഴിക്കുമ്പോൾ, ആ ക്രഞ്ചിനെസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ ഭൂരി എല്ലാം ഉണ്ടാക്കിയെടുത്തു. ഇത് ഞാനൊരു ടെക്നിക്ക് എവിടെയോ കണ്ടതാണ് കേട്ടോ, പക്ഷേ ഇത് വളരെ ടേസ്റ്റ്ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ എല്ലാ ഭൂരിയും ഞാൻ ചുട്ടെടുത്തു. ഒന്നുപോലും പൊള്ളയ്ക്കാതിരുന്നില്ല. നമ്മൾ മറ്റേ രീതിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നോരേ പൊള്ളിച്ചില്ലെന്ന് വരും. ഇത് നിങ്ങൾക്ക് ആലോചിക്കുക വേണ്ട, പൊള്ളം വന്നുകൊണ്ടിരിക്കുക. അത്ര ടേസ്റ്റി ആയിരുന്നു. ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തു. കണ്ടോ, ഇതാ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല രസം തോന്നും. ഞാൻ അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ വരാറുണ്ട്, പക്ഷെ ഞാൻ പറയാണ് ഇതെന്തായാലും നമുക്കത് നല്ല പൊള്ളം വരും. ഇങ്ങനെ ഞാൻ എൻ്റെ ഭൂരിയൊക്കെ ഇപ്പോൾ എല്ലാം ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഇനി എന്താ വേണ്ടത് വെച്ചാൽ നമുക്കത് ടേസ്റ്റ്ഫുള്ളായിട്ട് കഴിക്കാം. അടുത്തത് ഞാൻ പരത്തിയിടുമ്പോഴേക്കും കുറച്ച് സമയം എടുത്തു. ഇപ്പോൾ എൻ്റെ ഭൂരി മുഴുവനും ഞാനിങ്ങനെ ഒരെണ്ണം പോലും ഞാൻ അതിലത്തെ ഈ 7 എണ്ണത്തിൽ ഒന്നുപോലും ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊളച്ച് വരുന്ന കാണുമ്പോൾ നമുക്ക് നല്ലൊരു രസം തോന്നും കേട്ടോ. ഇപ്പോൾ എല്ലാ ഭൂരിയും അങ്ങനെ ഉണ്ടാക്കിയെടുത്തു. ഇനി എനിക്ക് കഴിക്കാനുള്ള ഒരു കൈ. പിന്നെ ഭൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനധികം എന്താ ചെയ്യുക, ചൂട് തന്നെ കഴിക്കാൻ നോക്കും. അതിന് ഒരുപാട് നേരം വെച്ചിട്ടിങ്ങനെ. അപ്പോൾ ഇതാ പ്ലേറ്റൊക്കെ വെച്ചു. ഇപ്പോൾ ടേസ്റ്റി ആയിട്ട് ഭൂരി കഴിക്കണ കൂട്ടുകാരെ എല്ലാവരും വരൂ.